ഓന് സ്നേഹിക്കാൻ അറിയില്ല. ഓൻ എപ്പോഴും ജോലി തിരക്കിലാണ്. ഓന് എന്നോട് മെസ്സേജ് അയക്കാൻ അല്ലെങ്കിൽ ഓൻ എന്നെ വിളിക്കാൻ സത്യം പറഞ്ഞല്ലേ സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹായ് എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒളിച്ചോട്ടങ്ങൾ കൂടി 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 വരുമായിരുന്നു ഒളിച്ചോട്ടങ്ങൾ. അപ്പോൾ ഓരോ ദിവസവും ഒളിച്ചോട്ട വാർത്തയുണ്ട്. നമ്മളീ പറഞ്ഞ പോലെ ആത്മഹത്യാ വാർത്തകൾ കേൾക്കുന്നത് പോലെ ഒളിച്ചോട്ട വാർത്തകൾ. ഇന്ന് സത്യം പറഞ്ഞാൽ ഇവിടെ ആരും ഹാപ്പി അല്ലേ? നിങ്ങൾ ആരും ഹാപ്പി അല്ലേ? സത്യത്തിൽ നമ്മൾ ഈ സമൂഹത്തിലുള്ളേ ആരും ഹാപ്പി അല്ലേ? എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തിട്ടാണോ ജീവിച്ചു പോകുന്നത്? നിങ്ങൾക്ക് പറയാനുള്ളത് പറയാൻ പറ്റാണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ചെയ്യാൻ പറ്റാണ്ടോ, അങ്ങനെയല്ലാണോ എല്ലാവരും പോകുന്നത്? അറിയില്ല ഇത് എന്നാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് പറയുന്നതാണേ. ഞാനിപ്പോൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടു ഞാൻ. അതിൻ്റെ അകത്ത് ഞാൻ പറയുന്നത് പുറമേ നമ്മൾ കാണുന്നത് അവർ ഭയങ്കര ഹാപ്പിയാണ്, ചിരിച്ച് കളിച്ചിട്ടല്ലേ ജീവിക്കുന്നത് എന്നെല്ലാം വിചാരിച്ചിട്ട് നമ്മൾ ഒരാളെ കാണുമ്പോൾ അവരെത്രത്തോളം വിഷമത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളത് ആരും അറിയുന്നില്ല. ഇപ്പം എന്താ ഇന്നലെ ഒരു വിഷയം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഒളിച്ചോട്ടത്തിൻ്റെ പരമ്പരകളാണ് നമ്മുടെ നാട്ടിൽ, ഒളിച്ചോട്ട പരമ്പരകൾ. കുറച്ചു കാലം മുമ്പേ ആടി എല്ലാം കേട്ടിട്ട് പണ്ട് നമ്മൾ ക്യാൻസർ അസുഖം, ക്യാൻസർ എന്ന് പറയുന്നത് എവിടെയോ ആണ് നമ്മൾ വാർത്തയിലെല്ലാം കേട്ടുകൊണ്ടിരുന്നത്. എവിടെയോ ന്യൂയോർക്കിൽ ഒരു ക്യാൻസർ അങ്ങനെ കേട്ടിട്ടില്ലേ? പിന്നെ അത് നമ്മളെ കേരളത്തിൽ ആകാൻ തുടങ്ങി. ഇപ്പം അത് നമ്മളെല്ലാവരുടെയും നമ്മളെ വീടിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം ക്യാൻസർ എന്നുള്ളൊരു രോഗം വളരെ സ്വാഭാവികമായിട്ട് മാറിത്തുടങ്ങി. അപ്പോൾ അതേപോലെയാണ് ഇപ്പോൾ പണ്ടുള്ള ഒളിച്ചോട്ടം എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരാൾ ഒളിച്ചോടിയാൽ അത് കേരളം മൊത്തം ചർച്ച ചെയ്യേണ്ട ഒളിച്ചോട്ടായിരിക്കും. എന്ന് വെച്ചാൽ അത് അത്രയേ ഉള്ളൂ. ഒരു വർഷത്തിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ ഒളിച്ചോട്ടാണ് ഉണ്ടാവുക. പക്ഷേ ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒളിച്ചോട്ടം ഓടി 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 നമ്മൾ ഇവിടെ തെച്ചും നമ്മളെ വീടിൻ്റെ അപ്പുറത്തുള്ള ഓടാൻ തുടങ്ങി, നമ്മളെ വീട്ടിലുള്ളവർ ഓടാൻ തുടങ്ങി. അപ്പോൾ എന്നാ ശരിക്കും പ്രശ്നം? എല്ലാവരും പ്രശ്നം എന്നാ? ആരും ഹാപ്പി അല്ലേ? നമുക്ക് പറയാനുള്ള അഭിപ്രായങ്ങളൊന്നും നമ്മുടെ കുടുംബത്തിൽ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ലേ? നമ്മൾ വിഷമം ആരും കേൾക്കാൻ നിൽക്കുന്നില്ലേ? നമുക്ക് ആരോടും പറയാനില്ലേ? നമുക്കൊരു സൗഹൃദമൊന്നും ഇല്ലേ? നമുക്ക് ആരും ഒന്ന് തുറന്നു പറയാനും ഒന്നും വട്ടത്തിലിരുന്നിട്ട് ഒന്നും പറയാനൊന്നും പറ്റുന്ന വിഷമം ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കാണുന്നവരോട് മാത്രമേ പറയാനുള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടോ? ഈ എല്ലാവരും പറയലുണ്ട്. നമ്മളിപ്പോൾ ഇത് പറയുമ്പോൾ നമ്മളെന്താവെന്ന് വെച്ച് കഴിഞ്ഞാൽ 90 കിഡ്സാണ് ഞാൻ 90 ആണ്. 90 കിഡ്സ് ഉപദേശം അങ്കിൾ അമ്മാവന്മാർ എന്നല്ലാതെ പിള്ളേർ നമ്മളെ 2K കിഡ്സ് നമ്മളെ പറയുന്നത്. പറഞ്ഞോട്ട് കുഴപ്പമൊന്നുമില്ല. നമുക്കിപ്പോൾ ഞാൻ പലരോടും പറയലുണ്ട്, ഈ 2K ഈ 2000-ന് ശേഷം ജനിച്ച മക്കൾക്ക് ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മക്കളൊന്നല്ല കേട്ടോ, 2000 ജനിച്ചു വെച്ചാൽ 26 വയസ്സായി അവർക്ക്. അപ്പോൾ എന്നെക്കാട്ടിയും 2 വയസ്സ് കുറവ്. അപ്പോൾ ഞാൻ എപ്പം പറയും ഇവരോട്, ഞാൻ എപ്പം പറയലുണ്ട്, അത് ഒരു ജനറേഷൻ മാറ്റത്തിൻ്റെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് വേറെ നമ്മൾ ഇന്നത്തെ ചോറിനല്ലേ തിന്നുന്നത്, അല്ലാണ്ട് വേറെ ഒന്നല്ലോ. മരുന്നൊന്നും മാറി കോവിഡ് വാക്സിനാണ് ആകെ മാറ്റി ശരീരത്തിൽ കയറ്റി, അത് നമുക്കെല്ലാവർക്കും വെച്ചിട്ടുമുണ്ട്. വേറെ എന്നാ മാറ്റം? കുട്ടിക്ക് ഒരു മാറ്റമില്ല. ഞാനപ്പോൾ എല്ലാവരോടും ഞാനിങ്ങനെ പറയലുണ്ട്, ഞാനിങ്ങനെ പരിചയപ്പെടുന്നവരോടെല്ലാം എന്തെങ്കിലും സംസാരിച്ച് പോകുമ്പോൾ ഞാൻ ഇങ്ങനെ പറയലുണ്ട്, എന്താ പറയുക വെച്ചാൽ, ഈ 2000-ന് ശേഷം ജനിച്ച കുട്ടിക്ക് വളരെ വളരെ ഷോർട്ടാണ് അവർ ഷോർട്ടെന്ന് വെച്ചാൽ അവരെ കാഴ്ചപ്പാടുകൾ വളരെ ചുരുങ്ങിയതാണ്. അപ്പോൾ അവരെന്താക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് ശരി എന്ന് പെട്ടെന്ന് തീരുമാനം എടുക്കും. അതന്നെ ഡിസിഷൻ, ഓക്കെ, അത് തോന്നി തീരുമാനം എടുത്തു. ഇപ്പം നാളെ എന്ത് തോന്നുന്നു, അതല്ല ശരി, തീരുമാനം എടുത്തു, അത് വേണ്ട. ഇതാണ് ഇവർ ഏറ്റവും ഷോർട്ടായിട്ടുള്ളത്. അത് സെക്കൻഡുകൾ കൊണ്ടോ മിനിറ്റുകൾക്കുള്ളിൽ എടുക്കുന്ന തീരുമാനങ്ങളാണ് 2000-ന് ശേഷം ജനിച്ച അനിയൻ, അനിയത്തി, ഏട്ടനല്ല, അനിയൻ, അനിയത്തി, അങ്ങനെയുള്ള കുട്ടിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മളെ വീട്ടിൽ മക്കളുണ്ടെങ്കിൽ, ഇപ്പം എന്താ എൻ്റെ വീടിന് അടുത്ത് നമ്മളെ നാട്ടിൽ നിന്നല്ല കുറച്ച് അപ്പുറത്ത് ഒരു കുട്ടി, ചെറിയ കുട്ടി, 13, 14, 15, 16 സംതിങ് വയസ്സുള്ള ഒരു കുട്ടി പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടി എത്രയാ മിസ്സിങ് കേസുകൾ കുട്ടികളെ, ഇത് എന്നാ സംഭവിക്കുന്നിടാ. അപ്പോൾ പോയിട്ട് കിട്ടി, കുട്ടീനെ തിരിച്ചു കിട്ടി. പിന്നെ പക്ഷെ ഒരു ആൺകുട്ടീനെ മിസ്സിങ് ആയിന് ആ കൂട്ടത്തിൽ. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ആരടിക്കാണ് തെറ്റ് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. കുട്ടികളെ ഭാഗത്താണ് തെറ്റ് എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു, നമ്മളെ മയിലൊരു ഒരു കുട്ടി എഴുതിയൊരു പോസ്റ്റ് ഞാൻ കണ്ടു. അതിനകത്ത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് സംഭവം. നമുക്ക് കുട്ടിക്ക് കൃത്യമായിട്ട് വീട്ടിൽ സംസാരിക്കാൻ സ്പേസ് ഇല്ല. അപ്പോൾ അവർക്ക് സ്നേഹം, സത്യം സ്വാഭാവികമാണ്, അവർക്ക് സ്നേഹം തോന്നുന്നവരോട് സംസാരിക്കുന്നു, അവർ വിളിച്ചാൽ പോകുന്നു, ഇറങ്ങിപ്പോകുന്നു, നാട് വിടുന്നു. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടിക്ക് ഒരുപാട് വിഷമം വരാൻ തുടങ്ങി. കുഞ്ഞു കുട്ടിക്കില്ലേ,
കുഞ്ഞു കുട്ടിക്ക് ഒരു 18 വയസ്സിന് താഴെയുള്ള കുട്ടിക്ക് ഒരുപാട് വിഷമം. അവർക്ക് എന്താ ഇങ്ങനെ വിഷമം? നമ്മളെ ഈ വീഡിയോ കാണുന്ന കുറച്ച് വയസ്സായവർ ചിന്തിച്ചു നോക്കിയട്ടെ. എൻ്റെ 18 വയസ്സ് വരെ എനക്ക് ഒരു വിഷമവും ഉണ്ടായിട്ടില്ല. എനക്ക് ഒരു വിഷമവും ഉണ്ടായിട്ടില്ല. എന്നുവെച്ചാൽ ഞാൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മ മെമ്പറാണ്. അമ്മക്ക് അന്നേരം 23 വയസ്സാണ്. എൻ്റെ അമ്മ വാർഡ് മെമ്പറാണ് ഇവിടുത്തെ. അപ്പോൾ എനക്ക് കഞ്ഞിയും ചോറും എല്ലാം ഉച്ചയ്ക്ക് തന്നെ അച്ഛൻ ഇവിടെ തന്നെ ഉണ്ട്. എൻ്റെ അച്ഛൻ അന്നേരം നെയ്ത്ത് ജോലിയാണ്. അപ്പോൾ അച്ഛൻ നമ്മളെ വീട്ടിൽ തന്നെയുണ്ട്. പക്ഷെ എനിക്ക് ചോറെല്ലാം തന്നുകൊണ്ടിരുന്ന എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ വല്യമ്മ, വല്യമ്മേൻ്റെ മോള്, പിന്നെ അമ്മമ്മയാണ് എനിക്ക് അച്ഛൻ്റെ അമ്മ, അച്ഛമ്മേനെയാണ് എനിക്ക് പിന്നെ മൈൻഡിൽ ഇങ്ങനെ ഉള്ളത്. എനിക്ക് എൻ്റെ ഒരു മാവുണ്ട്. നമ്മളങ്ങ് വെളുക്കുന്നത്തെ ശശിയാറിൻ്റെ വീട്ടിൽ അങ്ങേക്ക് പോകുന്ന ആടെ ഒരു മാവുണ്ട്, ഒരു വലിയ പുളിയ മാവ്. ആ മാവിൻ്റെ കീഴിൽ എഴുതിയിട്ട് എനിക്ക് ചോറ് തരുന്നത് എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട് ഉച്ചക്ക്. അന്ന് മുതൽ എൻ്റെ അമ്മ ഓട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മ ഓരോ ജോലി നമ്മളെ വളർത്താനും എല്ലാത്തിനും വേണ്ടിയിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അച്ഛനും ഒരു സൈഡ് ഓടുന്നുണ്ട്. അപ്പോൾ ഇവർ തിരക്കിലാണ് എപ്പോഴും. ചെറുപ്പം മുതലേ എൻ്റെ അച്ഛനും അമ്മയും തിരക്കിലാണ്. പക്ഷേങ്കിൽ ഞാൻ ഒറ്റപ്പെടലുണ്ട് വീട്ടിൽ. എൻ്റെ വീട്ടിൽ ഒറ്റയ്ക്ക് ഞാൻ നിൽക്കുന്ന സമയങ്ങൾ ഉണ്ടാകലുണ്ട്. ഒറ്റയ്ക്ക് ചോറെടുത്ത് തിന്നലുണ്ട്, ഒറ്റയ്ക്ക് ചായ വെച്ച് കുടിക്കലുണ്ട്, ഇതെല്ലാം ചെയ്യലുണ്ട് ഞാൻ. ഇപ്പം നമ്മളെല്ലാവരും അതൊരു എന്താ പറയുക, സ്വയം പര്യാപ്തത. ആരും ആണുങ്ങൾ അങ്ങനെ ചെയ്തുകൂടാന്നൊന്നും ഏടിയില്ല. പെണ്ണുങ്ങൾ ചെയ്യുന്ന പോലെ എല്ലാ ജോലിയും ആണുങ്ങൾക്കും ചെയ്യാം. നമ്മളെല്ലാം, ഞാനും എൻ്റെ ഏട്ടനും എല്ലാം അതെല്ലാം ചെയ്യലുണ്ട്. നമുക്കൊന്നും ഒരു വിഷമം ഉണ്ടായില്ലല്ലോ. 18 വയസ്സ് വരെ നമുക്കൊരു വിഷമം ഉണ്ടായിട്ടില്ല. നമുക്ക് എന്തെങ്കിലും ഒരു സുഖം. എനിക്ക് ഓർമ്മയുണ്ട്, ചിക്കൻ ബോക്സ് വന്ന സമയത്ത് എൻ്റെ അച്ഛനെ ഇവിടെ തന്നെ നിന്നിട്ട്, എൻ്റെ വീട്ടിൽ തന്നെ നിന്നിട്ട്, നമ്മൾ ഈ ഭാഗത്തുള്ള എല്ലാ വീട്ടിലും മക്കളെ അങ്ങനെയാണ് അച്ഛനും അമ്മ നോക്കിയത്. നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോൾ എല്ലാവരും മാക്സിമം ജോലി എടുക്കാൻ പറ്റുന്നത് പോലെ ജോലി എടുക്കാൻ വേണ്ടി പോകാറുള്ളൂ. നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോൾ അവർ നമ്മളെ കൂടി ഉണ്ടാവും. എന്നാ വിഷമം? 18 വയസ്സ് വരെ എന്നാ വിഷമം? രാവിലെ എണീക്കുന്ന, സ്കൂളിൽ പോകുന്നു. പിന്നെ സ്കൂളിൽ നമുക്ക് ചോറ് കൊടുത്തിട്ടാ പോവുക, അല്ലെങ്കിൽ ചോറ് തിന്നാൻ പൈസ തരും. പിന്നെ പോയി തിരിച്ചു വന്നിട്ടാകുമ്പോൾ പഠിക്കുക വേണ്ടത്. പിന്നെ പഠിച്ചതിന് ശേഷം രാത്രി കിടന്നുറങ്ങുന്നു. ഇനിയിപ്പോൾ പഠിക്കാത്ത കുട്ടികൾ, എന്നെ പോലത്തെ പഠിക്കാത്ത കുട്ടികൾ TV വെച്ച് കാണും. വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നിട്ടാകുമ്പോൾ കളിക്കാൻ വേണ്ടി പോകും. വൈകുന്നേരം അതിന് ശേഷം വന്നിട്ട് TV വെച്ച് കാണും, കിടന്നുറങ്ങും. നല്ലോണം ഉരുട്ടി തിന്നിട്ട് കിടന്നുറങ്ങും. അച്ഛനും അമ്മയും പണിക്ക് നായി നയിക്കുന്ന പോലെ നയിച്ചിട്ട് ചോറും കറിയും എല്ലാം 2 നേരം കറിയും വറവും മീനും മുട്ടയും എല്ലാം, ചിക്കൻ മേടിക്കാൻ വരുന്ന ദിവസം ചിക്കനും എല്ലാം മേടിച്ച് എല്ലാം വീട്ടിൽ ഉണ്ടാക്കി വെക്കലുണ്ട്. ഉരുട്ടി തിന്നും. രാവിലെ സ്കൂളിൽ പോകുമ്പോൾ അതേപോലെ തന്നെ ഉരുട്ടി തിന്നിട്ടാ പോവുക. എന്നിട്ട് ഇതിൻ്റെ ഇടക്ക് ഏടിയാ വിഷമം? എന്നാ വിഷമം അറിയില്ല. എന്നാ വിഷമം കുട്ടിക്ക്? ഇനി സ്കൂളിൽ നിന്ന് എന്തെങ്കിലും ടീച്ചർമാർ പറഞ്ഞാൽ കുറച്ച് വിഷമാവും. അത് നമ്മൾ ചങ്ങായിമാരെല്ലാം കൂടി ആ ടീച്ചർ എന്തെങ്കിലും, ടീച്ചറോ മാഷോ നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് നമ്മളത് മനസ്സിലെ വിഷമം നമ്മളവിടെ ഇറക്കി ചങ്ങായിമാർപ്പരം. വൈകുന്നേരം വന്നിട്ട് നമ്മൾ ഇവിടെ എത്താൻ വേണ്ടി കാത്തു നിൽക്കും. പിള്ളമാർ കാത്തു നിൽക്കുന്നുണ്ട്, ചങ്ങായിമാർപ്പരം കളിക്കും. ചങ്ങായിമാരില്ല ആയിരിക്കും. നിങ്ങൾക്ക് ഇപ്പോഴത്തെ പിള്ളേർക്ക് ചങ്ങായിമാരില്ല. വേഗം ഈ ഏടിയ പ്രശ്നം ഏടിയാ അറിയാം, വിഷമം ഏടിയാ വരുന്നതെന്ന് വെച്ചാൽ, ഈ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞിട്ടാകുമ്പോൾ പോകുന്നില്ല, ഏടിയും കളിക്കാൻ വിടുന്നില്ല, അല്ലെങ്കിൽ പോകുന്നില്ല. ആടെ മുതലാന്ന് വിഷമം. അല്ലാണ്ട് സ്കൂളിൽ നിന്നാ വിഷമം? പഠിക്കാൻ പറ്റാത്ത വിഷമം ഉണ്ടാവും, പ്രഷർ. ഈ 18 വയസ്സ് വരെയുള്ള ഞാൻ പറയുന്നത്. 18 ശേഷം പിന്നെ വലിയ ഇതെല്ലാം പഠിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ പ്രഷർ എല്ലാം ഉണ്ട്, സ്വാഭാവികം. ഞാൻ 18 വയസ്സ് വരെയുള്ള കുട്ടികളായിരിക്കും അറിയാം. നിങ്ങൾക്ക് എന്നാ വിഷമം പറയ്? ഒരു വിഷമവും ഇല്ല. വിഷമവും ഇല്ലാത്തതാണ് നിങ്ങളെല്ലാം പ്രശ്നം. ഈ കൈയും കൈ വന്നിരുന്നിട്ട് തിന്നായിരിക്കുമ്പോൾ ചോറ് കിട്ടുന്നതാണ് നിങ്ങളെല്ലാം വിഷമം. അച്ഛനും അമ്മയും നായി നയിക്കുന്ന പോലെ ചിലപ്പോൾ അച്ഛൻ ഗൾഫിലായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് വെയിലും കൊണ്ട് പണിയെടുത്ത് ഇതെല്ലാം ആക്കി, പിന്നെ ഫോണിന് ഫോണ്, അതിന് ഇതിനത്, അതിനിത് എല്ലാം ചെയ്തു തരുന്നതായിരിക്കും വിഷമം. അല്ലാണ്ട് വരുന്ന വിഷമം കുട്ടിക്ക്? 18 വയസ്സ് വരെ ഒരു വിഷമവും ജീവിതത്തിൽ ഉണ്ടാകാനില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മക്കൾക്ക്. പിന്നെ ശരി, തീരെ നമ്മളെയൊന്നും ഒറ്റ വിഷയങ്ങളെല്ലാം ശരി, അച്ഛനും അമ്മയും ചിലപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല, അവരവരേതായ അങ്ങനെ പോകുന്നത് ശരി. ബാക്കിയുള്ള ഒരു 90% രക്ഷിതാക്കളും അവരെ മക്കളെ വേണ്ട പോലെ അവരെ കാര്യങ്ങളെല്ലാം ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ആ കുട്ടി പോസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട് കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം രക്ഷിതാക്കളെ. ശരിയാണ്, ഓള് പറഞ്ഞ കാര്യം 100% ശരിയാണ്. മക്കളിങ്ങനെ ആയിപ്പോയാൽ രക്ഷിതാക്കൾ തന്നെ ശ്രദ്ധിക്കണ്ടേ, അല്ലെങ്കിൽ ഏട്ടന്മാർ അല്ലെങ്കിൽ ഏച്ചിമാർ. അപ്പോൾ നമ്മളെ മക്കളെ ശ്രദ്ധിക്കാണ്ടെന്ന് കഴിഞ്ഞാൽ സംഭവം കൈവിട്ടു പോകും. ഇന്നത്തെ വാർത്ത, തിരുവനന്തപുരത്തേക്ക്, നമ്മളെ കണ്ണൂരിൽ നിന്നൊരു ചെറുപ്പക്കാരൻ തിരുവനന്തപുരത്തേക്ക് പോയിട്ട് 2 പെൺകുട്ടികളെ പീഡിപ്പിച്ചു. എന്നിട്ട് തിരിച്ചു വന്നു, ഇൻസ്റ്റാഗ്രാം ബ്ലോക്കാക്കി. അപ്പോൾ കുട്ടികൾ പരാതി കൊടുത്തു, ഇൻസ്റ്റാഗ്രാം ബ്ലോക്കാക്കിയ. അത് വിഷയം എന്താണെന്നറിയില്ല, ഇങ്ങനെയാണ് ന്യൂസ് ഉണ്ടായത്. അപ്പോൾ ചിന്തിച്ചു നോക്കിയാട്ടെ, ഈ കണ്ണൂരുള്ളവന് തിരുവനന്തപുരത്തുള്ള എങ്ങനെയാണ് പരിചയം? ഈ ഫോണിലൂട്ടിയാണ്. ഈ ഫോൺ നല്ലതിനൊന്നും പറ്റി നമ്മൾ 2018 ശേഷം, ഈ 20 ശേഷം, കോവിഡ് വന്നതിന് ശേഷം കുട്ടിക്ക് ഇത് മേടിച്ചു കൊടുത്തില്ലേ ഫോണ്? എല്ലാവർക്കും ഫോണായി.
ഫോണിൽ 1000 ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ഇല്ലാത്തത് നാണക്കേടായിട്ട് മാറി ആൾക്കാർക്ക്, കുട്ടികൾക്ക്. 1000 ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ആക്കാൻ വേണ്ടിയിട്ട് പെടാവുന്ന പാട്, അത് ആക്കുക എന്നുള്ളതാണ് ഇപ്പം അത്യന്തികമായിട്ടുള്ള ലക്ഷ്യമായിട്ട് മാറിയിട്ടുള്ളത്. നമുക്കെല്ലാം പണ്ട് എങ്ങനെയെങ്കിലും പാസ്സാവുക അതിലുള്ളതേനും ലക്ഷ്യം. പാസ്സാവും ഇപ്പം എന്ന് വെച്ചാൽ പാസ്സാകാൻ വേണ്ടിയിട്ട് വേറെ എല്ലാവരും പാസ്സാക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് പാസ്സാവലും ചെയ്യും എങ്ങനെയെങ്കിലും. എന്ത് കളിച്ചാലും പാസ്സാകുന്നുണ്ട്, അതുകൊണ്ട് ആ പേടിയില്ല ഇപ്പോൾ ആയിരിക്കും. ഇപ്പം ലക്ഷ്യമായിട്ട് മാറിയത് ഇൻസ്റ്റാഗ്രാമിൽ 1000 ഫോളോവേഴ്സ് തികക്കുക, റീലിന് 1000 വ്യൂസ് കിട്ടുക. എടാ ഇതിനെല്ലാം സമയമുണ്ട്, കുറച്ചും കൂടി കഴിഞ്ഞിട്ടാകുമ്പോൾ എല്ലാം ചെയ്യാം. ഞാനിത് പറയുന്നത് അമ്മാവൻ തിങ്സ് ആയിട്ടെല്ലാം തോന്നും മക്കൾക്ക്, കേൾക്കുന്ന മക്കൊക്കെ. പക്ഷേങ്കിൽ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എടുത്താൽ മതി, തള്ളിക്കളഞ്ഞോ ഒരു കുഴപ്പമില്ല. ഇനിയും പറയുമോ നിന്റെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോണിലല്ലേ നോക്കേണ്ടത്? പറയും ശരിയാണ്, ഫോണിൽ തന്നെയാണ് നോക്കേണ്ടത്. ഫോണിൽ നോക്കാൻ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. ഞാൻ ഈ മോശത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. നല്ല നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരില്ലേ, ചെറിയ കുട്ടികൾ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട്, അത് വിട്. ഇൻഫ്ലുവൻസറെ കാര്യം വിട്, എന്തിനാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനുള്ളിലും വേറെ കാര്യം, അത് വിട്. പക്ഷെ ഞാൻ പറയുന്നത് ഈ കുഞ്ഞുമക്കൾക്ക് വിഷമം തോന്നിയിട്ട് ഒളിച്ചോടാൻ, ഏതെങ്കിലും ചെക്കൻ്റെ ഒപ്പം ഒളിച്ചോടാൻ എന്നാ ഇവിടെ നടക്കുന്നു? ഇത് കുഞ്ഞുമക്കളായിരിക്കും. അപ്പം നമ്മൾ രക്ഷിതാക്കൾ അവരെ ഫോൺ, ഒരു 18 വയസ്സാകുന്നവരെയുള്ള കുട്ടികളെ ഫോൺ, ഒരു 20 വയസ്സ് വരെ തന്നെ ഞാൻ പറയും, ഫോണിൽ ഇവർ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നത്, ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇനിയിപ്പോൾ ഇതൊന്നും അല്ലാത്ത പല ആപ്ലിക്കേഷനുകളും ഉണ്ട് ഇവർക്കറിയുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക. നമ്മൾ ഫോൺ നിരന്തരമായിട്ട് ചെക്ക് ചെയ്യുക. അതിലൂടെയാണ് എല്ലാ മക്കളും വഴിതിരിവ്. നമ്മളെ നാട്ടിൽ കണ്ടാൽ മിണ്ടാത്ത കുട്ടികൾ, അവർക്ക് ചങ്ങായിരിക്കും വേറെ ഏതോ നമ്മൾ പറയുന്നത്, എടാ ആ കുട്ടി എനിക്ക് പരിചയമുണ്ട്. ആൺകുട്ടീനെ തന്നെ, ഞാൻ ആൺകുട്ടീൻ്റെയും വിഷയമല്ല പറയുന്നത്. ആൺകുട്ടികൾ തന്നെ ഏതോ എൻ്റെ അനിയൻ ഏതോ ബംഗാളിൻ്റെ ഒപ്പം രാത്രി പിന്നെ സംസാരിച്ചോണ്ട് ഇവൻ ഹിന്ദി പറയുന്നു, മറ്റേ ഇത് കളിക്കുന്നു, പബ്ജിയാ എന്തോ ഒരു ഗെയിം, ഹിന്ദി സംസാരിക്കുന്നു. അപ്പോൾ നോക്കുമ്പോൾ ബംഗാളി. അപ്പോൾ ചിന്തിച്ചു നോക്കിയാൽ നമ്മളിവിടെ നാട്ടിലൊന്നും ചങ്ങായിമാരില്ലല്ലോ. ചങ്ങായിമാരുണ്ടെങ്കിലല്ലേ നമുക്കിവിടെ നാട്ടിൽ വർത്താനം പറയാൻ കഴിയൂ. നമുക്കെല്ലാം ചിന്തിക്കുമ്പോഴേ എന്നേനും സങ്കടം ഉണ്ടായിന് ചെറുപ്പത്തിൽ, എനിക്ക് ഓർമ്മയില്ല ഒരു സങ്കടം വേണ്ടേ നമുക്ക്, ഇല്ല. നമ്മളെ ആർക്കും ഇല്ല, ചങ്ങായിമാർക്ക് ആർക്കും സങ്കടമില്ല. ഉണ്ട് ചെറിയ ചെറിയ വിഷയങ്ങൾ, ഫാമിലി വിഷയങ്ങളുള്ള ചങ്ങായിമാർക്കെല്ലാം വിഷയങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല, അതെല്ലാം ഉണ്ടാവുകയും ചെയ്യും. ഇപ്പം ചിലപ്പോൾ കുടിച്ചിട്ട് വരുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും, അങ്ങനെ ഇങ്ങനെയെല്ലാം ഉള്ളതെല്ലാം പ്രശ്നങ്ങളെല്ലാം ഉണ്ട്, ഒറ്റ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ വേറെ എന്താ നമുക്ക് വിഷമം? ഒരു വിഷമവും ഇല്ല. 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഒരു വിഷമവും ഉണ്ടാവാനില്ല. അത് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാലത്തിന്റെ മാറ്റം. ആ കുട്ടിക്ക് വിഷമം ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക. പിന്നെ ഇനിയിപ്പോൾ അടുത്ത ഘട്ടം എന്ന് പറയുന്നത്, ഒളിച്ചോട്ടത്തിന്റെ സെക്കൻഡ് ലെവൽ എന്ന് പറയുന്നത് മാരീഡ് ആയിട്ടില്ല, കല്യാണം കഴിച്ചവരുടെ ഒളിച്ചോട്ടം. അത് കല്യാണം കഴിച്ചിട്ട് 2 ദിവസം കൊണ്ട് ഒളിച്ചോടുന്നു, കല്യാണത്തിന്റെ തലേന്ന് ഒളിച്ചോടുന്നു, കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിട്ട് ഒളിച്ചോടുന്നു, കല്യാണം കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞിട്ടുള്ളവർ ഒളിച്ചോടുന്നു, കല്യാണം കഴിഞ്ഞിട്ട് 20 വർഷം കഴിഞ്ഞവരുള്ള ഒളിച്ചോടുന്നു. 2 കാറ്റഗറി. കല്യാണം കഴിയാത്തവരുടെ ഒളിച്ചോട്ടം, കല്യാണം കഴിഞ്ഞവരുടെ ഒളിച്ചോട്ടം. അപ്പോൾ കല്യാണം കഴിഞ്ഞവരുടെ ഒളിച്ചോട്ടോ വളരെ കോമഡിയാണ്. 10 കൊല്ലം ഒപ്പരം നിന്നേൻ്റെ അവൻ്റെ തെറ്റ് പറഞ്ഞിട്ട് പോകുന്നത് 1 മാസം പരിചയമുള്ള അവൻ്റെ ഒപ്പരം. അപ്പോൾ ഓൻ്റെ 10 കൊല്ലം ഓൻ എന്താണെന്നുള്ളത് നിങ്ങൾ ആരെങ്കിലും അറിയുന്നുണ്ടാ? ഈ ബസ്സിലെ പിന്നെ വീട്ടിലെ കക്കൂസിന് ബാതിലില്ലാത്ത ഈ ലുങ്കിയില്ലേ നമ്മൾ ഉടുക്കുന്ന കയ്യില്, ആ ലുങ്കി ഡോറാക്കിയിട്ട് അതിങ്ങനെ മാറ്റിയിട്ട് കക്കൂസ് കയറുന്ന ആടത്തേക്ക് ഒളിച്ചോടി വന്നിട്ടുണ്ട് നല്ല വീട്ടിലെ ഒരു കുട്ടി. നല്ല വീട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്ന പത്രാസല്ല കേട്ടോ, പൈസയൊന്നും അല്ല, ഒന്നിൻ്റെ അടിസ്ഥാനം. നല്ല വീട്ടിലെന്ന് പറയുന്നത് നല്ല രീതിയിൽ കഴിയുന്ന വീട്ടിലെ, അതാണ് നല്ല സ്നേഹബന്ധത്തോടെ അച്ഛനും അമ്മയും നല്ല പണിക്കെല്ലാം പോയി ജീവിച്ച് മക്കളെ പോറ്റുന്ന നല്ല കുടുംബം, അതാണ് ഞാൻ പറയുന്നത്. ആ കുടുംബത്തിൽ നിന്ന് വന്നിട്ടുണ്ട് കക്കൂസിന് ബാധിലില്ലാത്ത വീട്ടിലേക്ക്. നേരാവണ്ണം കല്യാണം ആലോചിച്ചിട്ട് പോകുമ്പോൾ സർക്കാർ ജോലി വേണം പെൺകുട്ടിക്ക്. ഒളിച്ചോടാൻ വേണ്ടിയിട്ട് ഒരു പ്രശ്നവും. ബസ്സിലെ കിളി, ബസ്സിലെ കണ്ടക്ടർ, ഇവർ മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. ബസ്സിലെ കിളിയും കണ്ടക്ടറും മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. വളരെ നല്ലവരായിട്ടുള്ള ബസ് ജീവനക്കാരുണ്ട്. അതേപോലെ തന്നെ ഇതെന്തുകൊണ്ടാണ് ഈ ബസ്സിലേതെടുത്ത് പറയുന്നത്? ഏറ്റവും കൂടുതൽ പിന്നെ ഇവർക്ക് കമ്മ്യൂണിക്കേഷൻ കിട്ടുന്ന സ്കൂളിൽ പോകുന്നത് മുതൽ പിന്നെ ജോലിക്ക് പോകുന്നത് മുതൽ ടൗണിൽ പോകുമ്പോൾ എല്ലാവരും ഇവർക്ക് ഇത് കിട്ടുന്നത്, ആക്സസ് കിട്ടുന്നത് ഈ ബസ്സിലാണ്. അപ്പോൾ ഈ ബസ്സിലുള്ളവർ നമുക്ക് കുറേ ചങ്ങായിമാരെല്ലാം അറിയാം. അപ്പോൾ അത് ഞാൻ അവരെ കുറവായിട്ടൊന്നല്ല പറയുന്നത്. ഇന്നലെ ഏതോ ഒരുത്തിന് ഇട്ടിട്ടുണ്ട് കഴിവാന്ന്
ഓളെ വളച്ചു കൊണ്ടുപോയത് കഴിവാന്ന് അവൻ്റെ വീട്ടിലെ കക്കൂസിന് ഞാൻ പറഞ്ഞില്ലേ, കക്കൂസിന് വാതിലാക്കാനുള്ള കഴിവില്ല ഓന്. ഇത് വളച്ചു കൊണ്ടുപോകാനുള്ള കഴിവുണ്ട് ഒന്നിനെയും രണ്ടിനെയല്ല. അപ്പൊ ഞാൻ പറയുന്നതില്ലേ, ഇവര് ഈ 1 മാസം കൊണ്ട് പരിചയപ്പെട്ടവൻ്റെ ഒപ്പം പോകണ്ടെങ്കിലേ 10 കൊല്ലം ഒപ്പരം ജീവിച്ചവനെ മറന്നിട്ടേ, അല്ലെങ്കിൽ 1 കൊല്ലം ഒരുമിച്ച് ജീവിച്ചവനെ മറന്നിട്ടേ ഓൻ്റെ ഒരു ചെറിയ തെറ്റ് കണ്ടുപിടിച്ചിട്ട്, അല്ലെങ്കിൽ ഓന് സ്നേഹിക്കാൻ അറിയില്ല. ഓൻ എപ്പോഴും ജോലി തിരക്കിലാണ്. ഓന് എന്നോട് മെസ്സേജ് അയക്കാൻ, അല്ലെങ്കിൽ ഓൻ എന്നെ വിളിക്കാൻ. സത്യം പറഞ്ഞല്ലേ, സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ സങ്കടം ഒന്നല്ല, അതെല്ലാം ഫേസ് ചെയ്യുന്ന ഒരാളില്ലേ, അത് ഏത് ലെവലിലേക്ക് പോകുന്നുള്ളത് നിങ്ങൾ ഹാപ്പി ആയിരിക്കും പോയിട്ട്. അച്ഛനും അമ്മേനെയെല്ലാം ഉപേക്ഷിച്ച് കുടുംബത്തിനെല്ലാം ഉപേക്ഷിച്ച് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരം, നിങ്ങൾ ആടെ ഹാപ്പി ആയിരിക്കും. നിങ്ങൾ ഹാപ്പി ആകുന്നതുകൊണ്ടാണല്ലോ നിങ്ങൾ അടുത്തേക്ക് പോകുന്നത്. പക്ഷെ ഇപ്പുറത്ത് കുറച്ച് ജീവിതങ്ങൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഓക്കെ, നിങ്ങൾ ഹാപ്പി ആയിട്ട് ഒരു ജീവിതമല്ലേ ഉള്ളൂ, ഹാപ്പി ആയി ജീവിക്കാനല്ലേ പോകുന്നു, പോട്ടെ, ഹാപ്പി ആയി ജീവിക്കട്ടെ. എല്ലാവരും ഹാപ്പി ആയി ജീവിക്കുവാണ്ടേ, പോട്ട്. പക്ഷെ ഓൻ്റെ പിന്നെ തിരിച്ചു കയറ് പോയാൽ പിന്നെ തിരിച്ചു കയറ് ആ പോക്ക് പോയേക്കണം, മനസ്സിലായാ. ഇനി ഓനെന്നെ ദൈവമായിട്ട് കണ്ടോളാം. ഓൻ്റെ ഒരാഴ്ച 1 മാസം കഴിഞ്ഞിട്ടാകുമ്പോ, കൂടുതലും അങ്ങനെയാന്ന്, ഒരാഴ്ച 1 മാസം കഴിഞ്ഞിട്ടാകുമ്പോ അനക്കൻ്റെ വീട്ടിൽ പോടോ അതാണ് ഉണ്ടാവല്. അപ്പൊ ഒളിച്ചോടി വരും. ഒളിച്ചോടി വരെ പിന്നെ നമ്മൾ പാർട്ടി ആയില്ല. ഒളിച്ചോടാൻ തയ്യാറായി മൈൻഡ് സെറ്റ് റെഡിയാക്കി വെച്ച് നിൽക്കുന്നവരോട് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒളിച്ചോടുമ്പോൾ ഒന്നും അവനോട് പറയാ, ഒളിച്ചോടാൻ നിൽക്കണ്ട, അനക്ക് നിങ്ങളെ മടുത്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെ പിരിയാം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണും സമ്മതിക്കും. എന്താ പറയുക, അവന് നാണക്കേട്, ആളെ മുമ്പിൽ തലയുയർത്തി നടക്കാൻ പറ്റില്ല, മനസ്സിലായ. ആണുങ്ങൾ എല്ലാം നല്ലയാന്നൊന്നും ഞാൻ പറയുന്നില്ല. ആണുങ്ങളെ ഭാഗത്തെ തെറ്റുകൊണ്ട് തന്നെയാണ് പെണ്ണുങ്ങൾ പോകുന്നത്. എല്ലാം ഏതോരുത്തരും അടിച്ചിട്ട് ഓൻ മറ്റോനായത് കൊണ്ടാണ് ഓനെ ഇട്ടിട്ട് പോയിനെന്ന് ഈ പറയുന്ന. ഓൻ്റെ വീട്ടിലേത് പോയാൽ തിരിയും ഓന്. ഈ പറയുന്നവനെല്ലാം പറയാ, സ്വന്തം വീട്ടിലില്ലേ. അതാണ് സ്വന്തം വീട്ടിൽ വരുമ്പോൾ അത് മനസ്സിലാവുക വിഷമം അതിൻ്റെ. അപ്പം അത് എന്നാ പറയാ, ഇന്നല്ലോ ഒന്നും പറയാനില്ല. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാലേ കലികാലം, വേറെന്താ പറയാ, കലികാലം. ആരെയും വിശ്വസിക്കുന്നില്ല, ആർക്കും ആരോടും സ്നേഹമില്ല, ആർക്കും ആരോട് കമ്മിറ്റ്മെന്റ് ഇല്ല, ആർക്കും ആരോട് ഒരു ആത്മാർത്ഥതയും ഇല്ല. ഇങ്ങനെ ജീവിക്കണം, അവനവൻ്റെ സന്തോഷം വേണം. പണ്ടല്ലേ, പണ്ടത്തെ ആ ഒരു കൂട്ടുകുടുംബവും, ഒരു വീട്ടിൽ തന്നെ 4 ആളും 5 ആളും അവരെല്ലാം ആയിട്ടുള്ള ആ ഒരു സ്നേഹബന്ധം എല്ലാം പോയടോ. ഈ നാട്ടിലൊന്നുമില്ല, സ്നേഹബന്ധം എല്ലാം പോയി. ഉള്ളവരുണ്ട് കുറച്ച്, വളരെ ചുരുക്കം. അപ്പോൾ പേടിയാന്ന് സത്യം പറഞ്ഞല്ലേ, ഒരാളെ സ്നേഹിക്കാനും പേടിയായിട്ട് മാറുമെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒരു തെറ്റ്, മനുഷ്യനല്ലേ, തെറ്റ് പറ്റൂലേ. ഒരു തെറ്റ് കിട്ടാൻ വേണ്ടി കാത്തുക്കും നമ്മുടെ അടുത്ത് നിന്ന് പോവാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർക്കത് മനസ്സിലാവില്ല. നമ്മൾ അത്ര വരെ ചെയ്ത ശരികളൊന്നും അതിൻ്റെ മുന്നിലില്ല. അത്ര വരെ നമ്മൾ ചെയ്ത കഷ്ടം ഒട്ടുമിക്ക ആൾക്കാർക്കും പറ്റുന്നതെന്ന് വെച്ചാൽ ഇവരെല്ലാം നല്ലോണം നോക്കണം എന്ന് വിചാരിച്ചിട്ട്, നല്ല വൃത്തിക്ക് നോക്കണം എന്ന് വെച്ചിട്ട് ഒരു 80% കേസേ നല്ലതെന്ന് വെച്ചാൽ നട്ടം തിരിയും, നായി നയിക്കുന്ന പോലെ നരകപ്പാട് വീടും. ലാസ്റ്റ് അത് അച്ഛനമ്മനെ ഇട്ടിട്ട് പോകുന്ന മക്കളായാലോ എന്നീ പറയുന്നു. നരകപ്പാട് വീടിയിട്ട് വരുമ്പോൾ ഇതാണ് അവസ്ഥ. ഇന്നലെ ആ ചെറുപ്പക്കാരൻ്റെ ഒരു മാനസികാവസ്ഥയില്ലേ, അതിനെ റീച്ചാക്കാൻ വേണ്ടിയിട്ട് എടുത്തിടുന്ന നാറികളെ കാര്യം വേറെ, അതും ഇതും പറയുന്നത്. പിന്നെ കണ്ടന്റ് ക്രിയേഷൻ അല്ലേ, കണ്ടന്റ് ക്രിയേറ്റർക്ക്, നമുക്ക് ഈ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവർക്കില്ലേ എല്ലാം കണ്ടന്റാ, ചത്താലും ജനിച്ചാലും എല്ലാം കണ്ടന്റാ. അപ്പൊ അതുകൊണ്ട് അതിനെ ആരും കുറ്റം പറയൊന്നും വേണ്ട. ഏത് കണ്ടന്റ് ഇട്ടിട്ട് ചെയ്യുന്നവനെ കുറ്റം പറയൊന്നും വേണ്ട, പക്ഷെ അതിലൊരു മയപ്പെടുത്താം, കുറച്ച് മയപ്പെടുത്തിക്കൂടെ. നാളെ നിന്റെ വീട്ടിൽ വരുമ്പോൾ ഒരാളെടുത്തിട്ട് അലക്കുമല്ലോ എന്തായാലും, സ്വാഭാവികമായിട്ടും. ഇപ്പൊ എന്നെ ആയാലും നിങ്ങൾ പറയല്ലോ. അപ്പൊ അതുകൊണ്ട് എല്ലാരും പറഞ്ഞോ, മാക്സിമം പറഞ്ഞോ. മനുഷ്യനോട് ജീവിക്കാനുള്ള ഒരു വഴിയും ഒരു തരത്തിലും ആരും സമ്മതിക്കരുത്. എന്താച്ചാലേ മോനെ മാക്സിമം എങ്ങനെയാണോ ഒന്ന് കൊള്ളിക്കാൻ പറ്റുമോ, കുത്താൻ പറ്റുമോ വെച്ചിട്ട് അങ്ങനെ കുത്തിക്കോ. തെറ്റ് ചെയ്തവന് കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല കേട്ടാ, ഞാൻ അതിന് 100% യോജിക്കുന്നു. തെറ്റ് ചെയ്തവനെ കൊടുത്തോ, നല്ല കൊടുത്തോ. ഇങ്ങോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ഉപദ്രവിക്കുന്നതിന് ഒരു പ്രശ്നമില്ല. ഞാൻ ഗാന്ധിയനൊന്നുമല്ല, ഇങ്ങോട്ട് കിട്ടിയാൽ അങ്ങോട്ട് അടുത്തതും ഇത് അടിച്ചോ എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കാം. ഞാൻ ഗാന്ധിയനൊന്നുമല്ല, ഞാൻ ഇങ്ങോട്ട് കിട്ടിയാൽ ഞാൻ അങ്ങോട്ട് കൊടുക്കും, അത് വേറെ കാര്യം. പക്ഷേങ്കിലില്ലേ,
ഒളിച്ചോട്ട പരമ്പരകൾ എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി ഇതെല്ലാം ചെയ്യുന്നു? ഒരു കാര്യമില്ല. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും. ഒളിച്ചോടി പോയവരെല്ലാം സന്തോഷത്തോടെ ജീവിക്കട്ടാ. എല്ലാവരും നന്നായിട്ട് ഇരിക്കും, നന്നായി ബാ. അങ്ങനെയല്ല അതിൻ്റെ ഒരു ഇത്. പക്ഷെ ഈ മനസ്സിലാക്കാണ്ട് പോന്നില്ലേ, എനിക്ക് അതാണ് പ്രശ്നം. വിഷമം പ്രശ്നമല്ല, എനിക്കത് വിഷമം എന്ന് പറയുന്നത് നമ്മൾ ഈ എഫേർട്ട് ഇട്ട് നമ്മൾ അതവരെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് അതൊന്നും മനസ്സിലാക്കാണ്ട് നമ്മളൊരു ചെറിയ തെറ്റ് കാണുമ്പോൾ അത് ലൈഫ് ലോങ് ഞാൻ അങ്ങനെയായി പോവോ, നമ്മൾ എത്ര തന്നെ പറഞ്ഞിട്ടും മനസ്സിലാവാണ്ട് നിൽക്കുകയെന്ന് പറയുമ്പോഴേ പോട്ട് കയ്യിൽ കുഴപ്പമൊന്നുമില്ല. നന്നാവാനല്ലേ, എല്ലാവർക്കും നന്നാവാനല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. അവിടെ പോയവർ പോട്ട് ഒളിച്ചോടി പോയ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും പ്രിയപ്പെട്ട ആരെങ്കിലും ഒളിച്ചോടി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് വെച്ചാൽ പോയത് പോട്ട്, ബാക്കിയുള്ളവർക്ക് വേണ്ടി ജീവിക്കുക, ബാക്കിയുള്ളവരെ സന്തോഷിപ്പിക്കുക. നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിക്കുക. ഒറ്റൊരു ജീവിതമേ ഉള്ളൂ. അതിലിനിയിപ്പോൾ ആരെല്ലാം വന്നാലും പോയാലും ബി ഹാപ്പി ആവുക. പോയത് ആ ബൈക്ക് പോട്ട്. ഓക്കെ, വേലി ചാടിയത് കോല് കൊണ്ടുവന്നാണ്. അപ്പോൾ ബൈ.